ഓം ശാന്തി. 23/4/2025 ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ഇപ്പോൾ നാടകം പൂർത്തിയാവുകയാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകണം. കലിയുഗ അന്ത്യത്തിന് ശേഷം പിന്നെ സത്യയുഗം റിപ്പീറ്റ് ആകും. ഈ രഹസ്യം എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കൂ. ബാബ സൃഷ്ടിയിലേക്ക് വന്ന് ഏറ്റവും മുഖ്യമായി ഇപ്പോഴത്തെ സമയത്തിൻ്റെ പ്രത്യേകതയാണ് പഠിപ്പിച്ചു തരുന്നത്. ഈ സമയം എന്നത് കലിയുഗത്തിൻ്റെ അന്തിമ സമയമാണ്. നാടകം പൂർത്തിയാകുന്ന സമയമാണ്. എല്ലാവർക്കും തിരിച്ചു വീട്ടിലേക്ക് പോകണം. അതിനു മുന്നേ തീർച്ചയായും ശുദ്ധമാകുകയും വേണം, പവിത്രമാവുകയും വേണം. ഒന്നുകിൽ സ്വ ഇച്ഛയോടെ പവിത്രമാകാം, ഇല്ലെങ്കിൽ ശിക്ഷകളിലൂടെ പവിത്രമാകാം. ആത്മാക്കളെല്ലാം തിരിച്ച് പരംധാമത്തിലേക്ക് പോയാൽ ഈ ഭൗതിക ലോകത്തിലെ നാടകവും സമയവും എല്ലാം നിന്നു പോകുന്നില്ല. കലിയുഗ അന്ത്യത്തിന് ശേഷം എല്ലാവരും വീട്ടിലേക്ക് പോകുമെങ്കിലും ഈ സൃഷ്ടിചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സത്യയുഗം തുടങ്ങുന്നു. ഇത് വളരെ സൂക്ഷ്മതയോടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ രഹസ്യം നാം സ്വയം മനസ്സിലാക്കണം, മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കണം. ചോദ്യം: ആത്മാവ് പാർട്ട് അഭിനയിച്ച് തളർന്നുപോയി. തളർച്ചയുടെ മുഖ്യ കാരണം എന്താണ്? ഉത്തരം: വളരെ ഭക്തി ചെയ്തു, അനേകം ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി, പണം ചിലവഴിച്ചു. തള്ള് കൊണ്ട് സതോപ്രധാനമായ ആത്മാവ് തമോ പ്രധാനമായി. തമോ പ്രധാനമാകുന്നത് കാരണം തന്നെയാണ് ദുഃഖമുണ്ടാകുന്നത്. എപ്പോഴാണോ ഏതെങ്കിലും കാര്യം കൊണ്ട് ശല്യപ്പെട്ടു പോകുന്നത്, അപ്പോൾ തളരുന്നു. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ് എല്ലാ തളർച്ചയും മാറ്റുന്നതിന്. സത്യത്രേതായുഗങ്ങളിൽ ആത്മാവ് വളരെ സുഖത്തിലായിരുന്നു. എന്നാൽ ദ്വാപര കലിയുഗത്തിലെത്തുമ്പോൾ, പ്രത്യേകിച്ച് കലിയുഗ അന്ത്യത്തിലെത്തുമ്പോൾ ആത്മാവ് വല്ലാതെ തളർന്നു പോകുന്നു. ബാബ ചോദിക്കുന്നു, ഈ തളർച്ചയുടെ കാരണം എന്താണ്? ഉത്തരമാണ്: ധാരാളം ഭക്തി ചെയ്തു. ഭക്തി എന്നാൽ നാം സ്വയം സ്വമാനത്തിലിരിക്കുന്നില്ല, എന്നാൽ മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് ഈശ്വരനും അതുപോലെ ദേവീ ദേവതകൾക്കും അല്ലെങ്കിൽ ധർമ്മപിതാക്കന്മാർക്കും ബഹുമാനം കൊടുക്കുന്നു. ബഹുമാനം നൽകുന്നതിൻ്റെ അല്ലെങ്കിൽ കൊടുക്കുന്നതിൻ്റെ ഏറ്റവും മുഖ്യമായ അടിസ്ഥാനപരമായ കാര്യമെന്നത് നാം നമുക്ക് ബഹുമാനം കൊടുക്കണം എന്നതാണ്. അതും പ്രത്യേകിച്ച് ആത്മീയപരമാണ് എന്നുണ്ടെങ്കിൽ അത് സത്യമാണ്, അത് നിത്യമാണ്. എന്നാൽ ഭക്തിമാർഗത്തിൽ നാം സ്വമാനത്തിലിരിക്കുന്നില്ല. നാം സ്വയം നീചനാണ്, പാപിയാണ് എന്ന് പറഞ്ഞ് ദേവീ ദേവതകൾക്കും ധർമ്മപിതാക്കന്മാർക്കും ഈശ്വരനും ബഹുമാനം കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇതിലൂടെ വളരെ വളരെ പരിശ്രമിച്ചാലും വളരെ ചെറിയ റിട്ടേൺസേ കിട്ടുന്നുള്ളൂ. വളരെയധികം ഭക്തി ചെയ്യുന്നു, ധാരാളം അമ്പലങ്ങൾ ഉണ്ടാക്കുന്നു, പണം ധാരാളം ചിലവാക്കുന്നു, തള്ളുകൊള്ളുന്നു. ഇങ്ങനെ ഏറ്റവും ഉയർന്ന സ്ഥിതിയിലിരുന്ന ആത്മാവ് തമോ പ്രധാനമായി മാറി. ഇങ്ങനെ തമോ പ്രധാനമാകുന്നത് കാരണം ദുഃഖിതരും ആകുന്നു. എപ്പോഴാണോ ധർമ്മവും കർമ്മവും രണ്ടും തമോ പ്രധാനമാകുന്നത്, അപ്പോൾ ആത്മാവ് തികച്ചും ദുഃഖിതരാകുന്നു, തളർന്നു പോകുന്നു. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ് എല്ലാ തളർച്ചയും മാറ്റുന്നതിന്. തമോ പ്രധാന സ്ഥിതിയിൽ നിന്ന് സതോ പ്രധാന സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് ബാബ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്, പരിപാലിക്കുകയാണ്, ശ്രീമത്ത് നൽകി സദ്ഗതിയിലേക്ക് നയിക്കുകയാണ്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സദാ ഹർഷിതമായി ഇരിക്കുന്നതിന് ബുദ്ധിയിൽ പഠിത്തവും പഠിപ്പിക്കുന്ന ബാബയുടെയും ഓർമ്മയുണ്ടായിരിക്കണം. കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും
എല്ലാ ജോലിയും ചെയ്തുകൊണ്ടും പഠിത്തത്തിൽ പൂർണ്ണ ശ്രദ്ധ കൊടുക്കണം. 2. ബാബ്ദാദയുടെ ഹൃദയത്തിൽ കയറുന്നതിന് ശ്രീമത്ത് അനുസരിച്ച് ധാരാളം പേരെ തനിക്ക് സമാനമാക്കുന്നതിനുള്ള സർവീസ് ചെയ്യണം. ആരെയും ശല്യപ്പെടുത്തരുത്. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, എപ്പോഴും പഠിത്തവും ഓർമ്മയുണ്ടായിരിക്കണം, പഠിപ്പിക്കുന്ന ബാബയും ഓർമ്മയുണ്ടായിരിക്കണം. ബാബ ഈശ്വരനാണ്, മുഴുവൻ ലോകത്തിലുള്ള ആത്മാക്കളുടെയും പിതാവാണ്, ജ്ഞാനസാഗരനാണ്, സർവശക്തിവാനാണ്. അങ്ങനെയുള്ള ബാബയുടെ നമ്മൾ കുട്ടികളാണ്. നമ്മുടെ ബാബ നമ്മോടൊപ്പം എപ്പോഴുമുണ്ട്. അതിനോടൊപ്പം ബാബ നൽകുന്ന ഈ ജ്ഞാനം നമ്മളെ വളരെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന പഠിത്തമാണ്. മനുഷ്യനിൽ നിന്ന് ദേവതയാക്കുന്ന പഠിത്തമാണ്. ഈ 2 കാര്യങ്ങളും ഓർമ്മിച്ച് ഹർഷിതരായി ഇരിക്കണം. എല്ലാ ജോലിയും ചെയ്യുമ്പോഴും, എല്ലാ കാര്യവും ചെയ്യുമ്പോഴും, കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും എല്ലാം പഠിത്തത്തിൽ ശ്രദ്ധ കൊടുക്കണം. അതായത് വിചാരസാഗര മന്ഥനം ചെയ്യണം. 2ാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബാബയുടെ ഹൃദയത്തിൽ കയറുന്നത് സർവീസബിളായ കുട്ടികളാണ്. ആരാണോ ബാബയുടെ നിർദ്ദേശമനുസരിച്ച് ധാരാളം പേർക്ക് ബാബയുടെ പരിചയം നൽകുന്നത്, നമ്മളെപ്പോലെ മറ്റുള്ളവരെയും ആക്കി മാറ്റുന്നത്, അവരാണ് ബാബയുടെ ഹൃദയസിംഹാസനത്തിൽ ഇരിക്കുന്നത്. ഇങ്ങനെ സേവനം ചെയ്യണം. ഒരിക്കലും ആരെയും ശല്യപ്പെടുത്തരുത്. വരദാനം: അശരീരി സ്ഥിതിയുടെ ഇഞ്ചക്ഷനിലൂടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഏകാഗ്രചിത്തരായി ഭവിക്കട്ടെ. ഏതുപോലെ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും വ്യക്തി കൺട്രോളിൽ നിൽക്കുന്നില്ല എങ്കിൽ, വളരെ ശല്യപ്പെടുത്തുന്നുവെങ്കിൽ, ചഞ്ചലപ്പെടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഭ്രാന്തരായി മാറുന്നുവെങ്കിൽ അവർക്ക് ഇഞ്ചക്ഷൻ നൽകുന്നു. അതിലൂടെ അവർ ശാന്തരായി തീരുന്നു. ഇതുപോലെ സങ്കല്പശക്തി താങ്കളുടെ കൺട്രോളിൽ ഇല്ല എങ്കിൽ അശരീരി സ്ഥിതിയുടെ ഇഞ്ചക്ഷൻ കൊടുക്കൂ. പിന്നെ സങ്കല്പശക്തി വ്യർത്ഥത്തിൽ ചഞ്ചലപ്പെട്ടു പോകില്ല. സഹജമായും ഏകാഗ്രചിത്തരാകും. എന്നാൽ ബുദ്ധിയുടെ കടിഞ്ഞാൺ ബാബയ്ക്ക് കൊടുത്ത് പിന്നെ തിരിച്ചെടുക്കുകയാണെങ്കിൽ മനസ്സ് വ്യർത്ഥത്തിൻ്റെ പരിശ്രമത്തിൽ പെട്ടുപോകുന്നു. ഇനി വ്യർത്ഥത്തിൻ്റെ പരിശ്രമത്തിൽ നിന്ന് മുക്തരാകൂ. മനസ്സ് കൺട്രോളിൽ നിൽക്കുന്നില്ല എങ്കിൽ, വല്ലാതെ അലഞ്ഞലഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ഭ്രാന്തമായ വേഗതയിൽ പോകുന്നുവെങ്കിൽ ഉടൻ തന്നെ അശരീരി സ്ഥിതി പ്രാക്ടീസ് ചെയ്യണം. ഇതൊരു ഇഞ്ചക്ഷൻ പോലെയാണ്. ഉടൻ തന്നെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കും, ഏകാഗ്രചിത്തരായി മാറും. അതിനോടൊപ്പം ബുദ്ധിയുടെ കടിഞ്ഞാൺ എപ്പോഴും ബാബയുടെ അടുക്കലായിരിക്കണം. ബുദ്ധിയിൽ ബാബയുടെ ജ്ഞാനവും ബാബയുടെ ശ്രീമതവുമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ബാബയുമായുള്ള കണക്ഷനും ഉണ്ടായിരിക്കണം. ഇതിലൂടെ മനസ്സിലൊരിക്കലും വ്യർത്ഥ ചിന്തകൾ വരില്ല. അതിന്മേൽ കൺട്രോൾ ഉണ്ടായിരിക്കും. സ്ലോഗൻ: തൻ്റെ പൂർവജ സ്വരൂപം ഓർമ്മിച്ച് സർവാത്മാക്കളുടെ മേലും ദയ കാട്ടൂ. ഞാൻ ആരാണ്? ഞാൻ പൂർവജ ആത്മാവാണ്. മിക്കവാറുമുള്ള എല്ലാ ആത്മാക്കളും ഈ സൃഷ്ടി നാടകത്തിൽ പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ആത്മാവ് കുറച്ച് ആത്മാക്കളുടെ കൂടെ ഈ സൃഷ്ടിയിലേക്ക് നാടകം അഭിനയിക്കാൻ എത്തിയിരുന്നു. തുടക്കത്തിലേ ഉള്ള ആത്മാവാണ് നമ്മൾ ഓരോരുത്തരും. ഈ കാര്യം ഓർമ്മിച്ച് പൂർവജനാണെന്ന് മനസ്സിലാക്കിയാൽ എല്ലാ ആത്മാക്കൾക്കുമേലും ദയ കാട്ടാൻ സാധിക്കും. ഓം ശാന്തി.